ഹലോ ഗൈസ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങൾ എന്നാ നിങ്ങളുടെ ഫേവറേറ്റ് പേഴ്സണെ ലാസ്റ്റായിട്ടൊരു ഗിഫ്റ്റ് കൊടുത്തേ? ഇനി ഓർമ്മയില്ലെങ്കിൽ ഇപ്പം തന്നെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തേക്ക്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഹ്യൂമൻസിന് 5 ഡിഫറെൻറ്റ് ലവ് ലാംഗ്വേജസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഇതിനെപ്പറ്റി ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഗൂഗിൾ പറഞ്ഞതാണ്. അതിലൊന്നാണ് റിസീവിങ് ഗിഫ്റ്റ്സ്. ചിലർക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടായിരിക്കും ഇഷ്ടം, ചിലർക്കാണെങ്കിൽ ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ടായിരിക്കും ഇഷ്ടം. എന്നെയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണ് ഇഷ്ടം. ഞാൻ എൻ്റെ ഫേവറേറ്റ് പേഴ്സൺസിനൊക്കെ ഇടയ്ക്കൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കാറുണ്ട്. ശരിക്കും അത് കൊടുത്തു കഴിയുമ്പോൾ അവരുടെ ഹാപ്പിനെസ് ഒക്കെ കാണുമ്പോൾ നമുക്കും നല്ല സന്തോഷമാവും. പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ആ ഗിഫ്റ്റ് റിസീവ് ചെയ്യുന്ന ആൾക്ക് അത് എന്തോരം ഹാപ്പി ആകുന്നുണ്ടെന്ന് നമ്മളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അതിപ്പോൾ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഒന്നും വേണ്ടടോ, ഒരു ചെറിയ ചോക്ലേറ്റ് ആയാലും മതി. അവർക്ക് വേണ്ടി ആ ഒരു ചെറിയ എഫേർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവരെ ഓർക്കുന്നുണ്ടെന്നും അല്ലെങ്കിൽ അവരെ വാല്യൂ ചെയ്യുന്നുണ്ടെന്നും എന്നൊക്കെയുള്ള ഒരു റീഅഷുറൻസ് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരാൾ നിങ്ങൾക്ക് ഇങ്ങോട്ടൊരു ഗിഫ്റ്റ് തരുവാണെങ്കിൽ, ചില ആൾക്കാരില്ലേ ഇപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ കണ്ടാൽ അത് നിനക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നതാന്ന് പറയുന്നത്. സോ അവർക്ക് നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, അതുകൊണ്ടല്ലേ അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. സോ ഇടയ്ക്കൊക്കെ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ് വലുതോ ചെറുതോ എന്നതിലൊന്നുമല്ല, അത് നമ്മൾ കൊടുക്കാൻ കാണിക്കണ ആ എഫേർട്ടിലാണ് നമ്മുടെ സ്നേഹം ഇരിക്കുന്നത്. സോ ഇനി നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അടുത്തോ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്തോ എന്തെങ്കിലും വഴക്കൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ചെറിയൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തതൊന്ന് സോൾവ് ചെയ്യാൻ നോക്കി, ഉറപ്പായിട്ട് അത് വർക്കും. സോ അതുപോലെ നമ്മളൊരു കസ്റ്റമറിൻ്റെ ഫിയാൻസിക്ക് കൊടുക്കാനായിട്ട് തന്നൊരു ഓർഡർ ആയത്. ഞാൻ ചോദിച്ചു, ബർത്ത്ഡേ കൊടുക്കാനാണോ, എന്ത് ഒക്കേഷന് കൊടുക്കാനായിട്ടാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നുമില്ല, എനിക്ക് ജസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കാനാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ. അപ്പോഴേ ഞാൻ ഇതിനെയൊക്കെ പറ്റി ഒന്ന് ആലോചിച്ചത്. സോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പിന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.